നമസ്കാരം. കൊല്ലം സുധിയുടെ മകൻ എന്ന ടാഗിൽ കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് എല്ലാ പ്രേക്ഷകർക്കും സുപരിചിതനാണ്. സുധിക്കൊപ്പം ഏത് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടാലും മിണ്ടാപ്പൂച്ചിയായി അച്ഛന് പിന്നിൽ നിൽക്കുന്ന കിച്ചു ആയിരുന്നു അന്നൊക്കെ. എന്നാൽ ഇന്ന് വളരെ ആക്റ്റീവാണ്. സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട്. വ്ളോഗുകൾ ചെയ്യുകയും അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറും എല്ലാം ഉണ്ട്. മുമ്പ് താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്നും താൻ മാറിയതിന് പിന്നിൽ കൂട്ടുകാരും പ്രിയപ്പെട്ടവരുമുണ്ടെന്നും കിച്ചു പറയാറുണ്ട്. യൂട്യൂബ് ചാനൽ ആരംഭിച്ച ശേഷം കിച്ചു ഇടയ്ക്കിടെ ലൈവിൽ വരികയും സബ്സ്ക്രൈബേഴ്സുമായി സംവദിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. അത്തരത്തിൽ കിച്ചു കഴിഞ്ഞ ദിവസവും എത്തിയിരുന്നു. കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെയും അറിയാത്തവർ വിരളമായിരിക്കും. കഴിഞ്ഞ കുറേ നാളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് രേണു. ദാസേട്ടൻ കോഴിക്കോടുമായുള്ള ഒരു റീൽസ് വീഡിയോ വൈറലായതോടെയാണ് രേണു സോഷ്യൽ മീഡിയയിൽ താരമായത്. ഇതിന് പിന്നാലെ നിരവധി വിവാദങ്ങളും വിമർശനങ്ങളും രേണുവിന് തേടിയെത്തി. അതിനിടെ മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലേക്കും രേണു എത്തി. സുധിയുടെ മരണശേഷം അവരുടെ കുടുംബത്തിന് KHDC എന്ന സംഘടന വീട് വെച്ച് നൽകിയതെല്ലാം വാർത്തയായിരുന്നു. സുധിയുടെ മക്കളായ കിച്ചുവിന്റെയും ഋതപ്പന്റെയും പേരിലായിരുന്നു വീട്. കിച്ചു കൊല്ലത്ത് താമസിക്കുന്നതിനാൽ കോട്ടയത്ത് നിർമ്മിച്ച സുധിലയത്തിൽ രേണുവും ഋതപ്പനും രേണുവിന്റെ മാതാപിതാക്കളുമാണ് താമസിക്കുന്നത്. അടുത്തിടെ ഈ വീടിനെതിരെ രേണുവും മാതാപിതാക്കളും രംഗത്തെത്തിയതും പിന്നാലെ ബിഷപ്പ് നോട്ടീസ് നൽകിയതുമെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. എന്തായാലും മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാൻ അധികം ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത മകനാണ് കിച്ചു. ജനിച്ചു വൈകാതെ തന്നെ അമ്മ കിച്ചുവിനെ അച്ഛൻ കൊല്ലം സുധി ഏൽപ്പിച്ച് മറ്റൊരു ജീവിതം തേടിപ്പോയി. അവിടെ തുടങ്ങിയതാണ് സുധിയുടെയും കിച്ചുവിന്റെയും വേദനകളും കഷ്ടപ്പാടുകളും. മകനെ വളർത്തണമെന്ന ലക്ഷ്യം മാത്രമേ പിന്നീട് അങ്ങോട്ട് കൊല്ലം സുധിക്കുണ്ടായിരുന്നുള്ളൂ. കൈക്കുഞ്ഞായിരുന്ന കിച്ചുവിനെയും കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് പരിപാടി അവതരിപ്പിക്കുമായിരുന്നു. സുധി സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ കിച്ചു ബാക്ക് സ്റ്റേജിൽ ഉറങ്ങുകയാകും. കുറച്ച് വലുതായ ശേഷം അച്ഛനൊപ്പം പ്രോഗ്രാം അവതരിപ്പിക്കാനും സ്റ്റേജ് സഹായിയായുമെല്ലാം കിച്ചു പോയിരുന്നു. അച്ഛന്റെ കലാവാസന ഏറെയും കിട്ടിയിട്ടുള്ളത് കിച്ചുവിനാണെന്നാണ് ആരാധകരുടെ പക്ഷം. അല്പം മിമിക്രിയും സംഗീതവുമെല്ലാം കിച്ചുവിന് വശമുണ്ട്. പക്ഷേ പ്രൊഫഷനായി കല തെരഞ്ഞെടുക്കേണ്ടെന്ന് നിലപാടിലാണിപ്പോൾ. പഠനത്തിനും നല്ലൊരു ജോലി കണ്ടുപിടിക്കുന്നതിലുമാണ് ശ്രദ്ധ. സ്കൂൾ പഠനം പൂർത്തിയാക്കിയ കിച്ചു ഇപ്പോൾ ആനിമേഷനാണ് പഠിക്കുന്നത്. അതിനിടയിൽ വ്ളോഗിംഗുമുണ്ട്. 2 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലാണ് കിച്ചുവിൻ്റേത്. ലൈവ് ഇന്ററാക്ഷനുകൾ, ട്രാവൽ വ്ളോഗുകൾ, ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ എന്നിവയാണ് യൂട്യൂബ് ചാനലിലെ പ്രധാന കോണ്ടന്റുകൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേടന്റെയും ഗബ്രിയുടെയും റാപ്പുകളുടെ പാട്ടുകളും തന്നെ കൊണ്ട് കഴിയും വിധം പാടി കിച്ചു പങ്കുവെക്കാറുണ്ട്. വേടന്റെ റാപ്പ് പാടിയപ്പോൾ സിനിമ സീരിയൽ രംഗത്ത് സജീവമായി നിൽക്കുന്ന കലാകാരന്മാർ വരെ കിച്ചുവിനെ അഭിനന്ദിച്ചെത്തിയിരുന്നു. നീ കേറി വാട മോനെ, നിന്റെ അച്ഛന്റെ ലേബലിൽ തിളങ്ങാൻ നിന്നോളം അർഹത മറ്റാർക്കാണ് എന്നിങ്ങനെയുള്ള കമന്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചിരുന്നു. വേടന്റെ റാപ്പ് താൻ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കണ്ടതുകൊണ്ടാകണം കഴിഞ്ഞ ദിവസം ഗബ്രിയുടെ രാവാണോ എന്ന ഗാനമാണ് കിച്ചു ആലപിച്ചത്. ചെറിയൊരു ഇൻട്രോയും പാട്ട് തുടങ്ങും മുമ്പ് കിച്ചു നൽകിയിരുന്നു. എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായ ഇരുട്ടത്ത് നടന്ന സമയത്ത് എന്റെ ലൈഫിലേക്ക് വെട്ടം കൊണ്ടുവന്ന ഒരാളുണ്ട്. അയാൾക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് കിച്ചു പറഞ്ഞത്. അങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞതുകൊണ്ടായിരിക്കണം ആ വ്യക്തി ആരാണെന്ന് അറിയാൻ പ്രേക്ഷകർക്കും ആകാംക്ഷയായി. ആ വ്യക്തി രേണുവാണോ എന്ന് ചിലർ ചോദിച്ചത്. അതിന് കിച്ചു നൽകിയ മറുപടിയും വൈറലായിട്ടുണ്ട്. അയ്യോ എന്ന് എഴുതി തൊഴുകയും സ്മൈലിയുമാണ് കിച്ചു മറുപടിയുമായി കുറിച്ചത്. ഓർമ്മിപ്പിക്കലിലെ പൊന്നെ, എങ്ങനെയെങ്കിലും മറക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയാതെ പറയുന്നത് പോലെ ഉണ്ടായിരുന്നു കിച്ചുവിന്റെ മറുപടി എന്നാണ് കമന്റ് കണ്ട് ചില ഫോളോവേഴ്സ് കുറിച്ചത്. പ്രണയിനി ഉണ്ടോ, അതാണോ ഇങ്ങനെ ഒരു ഗാനം ആലപിച്ചതെന്നായിരുന്നു മറ്റു ചിലരുടെ ചോദ്യം. പ്രണയത്തിലാണെങ്കിലും അമ്മ രേണുവിന് പറയരുത്, അതും വിറ്റ് കാശാക്കുമെന്ന് കിച്ചുവിനെ ഉപദേശിച്ചും ചിലർ എത്തി. മണിക്കൂറുകൾക്കുള്ളിൽ വീഡിയോ 10 ലക്ഷം കാഴ്ചക്കാരെ നേടി. വേടന്റെ റാപ്പ് പാടിയപ്പോഴും 10 ലക്ഷം വ്യൂസ് കിച്ചുവിന് ലഭിച്ചിരുന്നു. അതേസമയം തന്നെ ചിലർ കിച്ചുവിന് പാടാനുള്ള കഴിവില്ലെന്ന് പരിഹസിച്ചും കമന്റുകൾ കുറിച്ചിട്ടുണ്ട്. അമ്മയുടെ മോൻ തന്നെ, പാടാൻ കഴിവില്ലെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നുമില്ല എന്നായിരുന്നു കിച്ചുവിനെ വിമർശിച്ചു വന്ന കമന്റുകൾ. ജഗദീഷിന്റെ ഫിഗർ അവതരിപ്പിച്ചാണ് ശ്രദ്ധ നേടിയതെങ്കിലും സുധിയും പാടാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു. രേണുവും പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്നയാളാണ്. രേണു സുധി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വാർത്തകൾ ഇടം പിടിക്കാറുണ്ട്. എല്ലാ സെലിബ്രിറ്റികളും ചെയ്യുന്ന കാര്യമാണെങ്കിലും ഞാൻ ചെയ്താൽ വിവാദമാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നെഗറ്റീവ് പറയുന്നവർ ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത്തരം കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കുന്നേ ഇല്ലെന്ന് രേണു വ്യക്തമാക്കിയിരുന്നു. ആരെങ്കിലും പറയുമ്പോഴാണ് ഇങ്ങനെ നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നതായി മനസ്സിലാക്കുന്നത്. റീൽസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫോൺ എടുക്കുന്നത്. വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ അധികം സമയം ചിലവഴിക്കാറില്ല. ഫോണിൽ ആരെയും വിളിച്ച് അധിക സമയം സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ അങ്ങനെയാണ്, എപ്പോഴും പാട്ട് കേൾക്കും, റീൽസ് പോസ്റ്റ് ചെയ്യും എന്നും രേണു മുൻപ് വ്യക്തമാക്കിയിരുന്നു. കൊല്ലം സുധിയുടെ ഫോട്ടോ ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ DP ആയി വെച്ചിരുന്നത്. അടുത്തിടെയായിരുന്നു അത് മാറ്റി സ്വന്തം ഫോട്ടോ വെച്ചത്. അതേക്കുറിച്ചുള്ള വിമർശനങ്ങളിൽ പ്രതികരണവുമായി രേണു കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. രേണു ചേച്ചി മോൻ പറഞ്ഞത് കേട്ട് പേടിച്ചാണ് സുധിച്ചേട്ടന്റെ ഫോട്ടോ മാറ്റിയതെന്ന് വ്ളോഗിൽ പറയുന്നത് കേട്ടു. എനിക്ക് ചിരി വന്നിട്ട് വയ്യ. നിന്നെ കാണാനൊക്കെ കൊള്ളാമല്ലോ, പക്ഷേ നിന്റെ വായിൽ നിന്നും വരുന്ന വർത്തമാനമോ അടിപൊളി വർത്തമാനമൊന്നും അല്ലല്ലോ. കള്ളമല്ലേ പറയുന്നത്. നിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? നീ എൻ്റെ കെട്ടിയോനൊന്നും അല്ലല്ലോ നിന്നെ പേടിക്കാൻ. എനിക്ക് ആകെ പേടിക്കാനുള്ളത് സുധിച്ചേട്ടനെ മാത്രമല്ലേ. നിന്നെ പേടിച്ചാണ് DP മാറ്റിയത് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാര്യമറിയാതെ ഇങ്ങനെ നുണ പറയാതെ.
ഞാൻ കമന്റുകൾക്കൊന്നും മറുപടി കൊടുക്കാതെ ഇരുന്നതാണ്. ചേച്ചി ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ച് ഒരുപാട് പേർ മെസ്സേജ് അയച്ചിരുന്നു. ചേച്ചി DP മാറ്റിയതിനെ കുറിച്ച് ഇയാൾ പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അതിന് റിപ്ലൈ കൊടുക്കാത്തത് എന്താണെന്നും ചോദിച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് റിപ്ലൈ തരുന്നത്. എനിക്ക് ബ്ലൂ ടിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. സെലിബ്രിറ്റികളിൽ മിക്കവർക്കും ബ്ലൂ ടിക്ക് ഉണ്ടല്ലോ, എനിക്കിതുവരെ അത് കിട്ടിയിട്ടില്ല. ഞാനും അങ്ങനെയാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി, അത് അപ്രൂവൽ ആക്കാൻ വേണ്ടിയാണ് പ്രൊഫൈൽ പിക്ചർ മാറ്റിയത്. DP മാറ്റണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നിരുന്നു. അങ്ങനെയാണ് മാറ്റിയത്. അല്ലാതെ സുധിച്ചേട്ടനെ എൻ്റെ ഹൃദയത്തിൽ നിന്നും കളഞ്ഞതല്ല. ഞാൻ വേറൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നതുമല്ല. എനിക്കൊരു കഠിന പ്രണയവുമില്ല. നിന്നെയൊട്ട് പേടിയുമില്ലെന്നുമായിരുന്നു രേണു പറഞ്ഞത്. അതേസമയം തന്നെ സമൂഹ മാധ്യമങ്ങളിലെ വിവാദ നായികയാണ് രേണു സുധി എന്ന്. പ്രശസ്തിക്കൊപ്പം തന്നെ അടുത്ത കാലത്തായി വിവാദങ്ങളും രേണുവിനെ തുടർച്ചയായി വേട്ടയാടുന്നുണ്ട്. പലപ്പോഴും രേണുവിന്റെ വായിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളാണ് രേണുവിന് തന്നെ വിനയാകുന്നത്. കൊല്ലം സുധി വാഹനാപകടത്തിൽ മരണപ്പെട്ടതിനു ശേഷമാണ് രേണു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തുടങ്ങിയത്. അതേസമയം തന്നെ നിലവിൽ പ്രതിഫലവും കുത്തനെ ഉയർത്തിയിട്ടുണ്ട് രേണു. എന്നാൽ ഇതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് രേണു നേരിടുന്നത്. പലപ്പോഴും റീച്ചിന് വേണ്ടി രേണു നടത്തുന്ന പ്രതികരണങ്ങളും പ്രവൃത്തികളുമാണ് വിമർശനത്തിന് കാരണം. ആൽബങ്ങളിൽ സഹനടന്മാരുമായി ഇഴകിച്ചേർന്നുള്ള രേണുവിന്റെ അഭിനയവും മുൻപ് തന്നെ സഹായിച്ചവരെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങളുമാണ് രേണുവിനെതിരെ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. റീച്ചിന് വേണ്ടി ഏതറ്റം വരെയും പോകാനും രേണുവിന് മടിയില്ലെന്നാണ് പലരും കമന്റ് ബോക്സുകളിൽ കുറിക്കുന്നത്. ഇതിന്റെ ഇപ്പോഴുള്ള പ്രശസ്തി മുതലാക്കി രേണു ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷനും തുടങ്ങി. 2 ദിവസം കൊണ്ട് 500-ലേറെ സബ്സ്ക്രൈബർമാരാണ് രേണുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന് ലഭിച്ചത്. വളരെ എക്സ്ക്ലൂസീവായ കണ്ടന്റുകളാണ് താൻ നൽകുന്നതെന്ന് രേണു അവകാശപ്പെട്ടിരുന്നു. രേണുവിന് വലിയ പ്രതിഫലമാണ് ഇതിലൂടെ ലഭിക്കുന്നതെന്നും പല യൂട്യൂബർമാരും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയൊരു വിവാദമാണ് ഉയർന്നത്. രേണു സബ്സ്ക്രൈബർമാർക്ക് വേണ്ടി മാത്രമായി നൽകുന്ന ഉള്ളടക്കങ്ങൾ പല യൂട്യൂബർമാരും സോഷ്യൽ മീഡിയയിൽ ലീക്കാക്കി പണം വാങ്ങി ചെയ്യുന്ന കണ്ടന്റുകളാണ് ഇവർ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവർക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന ഭീഷണിയുമായും രേണു സുധി രംഗത്ത് വന്നിട്ടുണ്ട്. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. വലിയ വലിയ സെലിബ്രിറ്റികളും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ട്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ എടുത്ത് പുറത്തുവിട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിയമപരമായി മുന്നോട്ട് പോകും. മെറ്റ എന്ന പ്ലാറ്റ്ഫോം എനിക്ക് കൂടി തന്നിട്ടുള്ളതാണ് സബ്സ്ക്രിപ്ഷൻ. അത് സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുക. കണ്ടന്റിന് വേണ്ടിയാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഒരുപാട് കണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ലേ, അതെടുത്തുകൂടെ? വലിയ വലിയ സെലിബ്രിറ്റികൾ ചെയ്യുന്നുണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ. അവരുടെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കിക്കോ. അപ്പോൾ വിവരം അറിയും. എൻ്റെ മെക്കിട്ട് കയറാൻ മാത്രമേ നിങ്ങൾക്കൊക്കെ അറിയൂ. സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൽ സൂക്ഷിച്ചോ. എന്തിനാണ് പബ്ലിക് ആക്കുന്നത്? ഞാൻ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് രേണു പറയുന്നത്.